പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ദേവസഹായം പിള്ളേർ അവിടെ വന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ ഈ ചാപ്പലിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നോക്കുമായിരുന്നു. പെട്ടെന്ന് കടന്നു വന്ന വചനമാണ് വിശുദ്ധ യോഹന്നാൻ 12:24. അവിടെ യേശു പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾ നോക്കി, ഇവിടെയാണ് ദേവസഹായം പിള്ള അദ്ദേഹം വെടിയേറ്റ് മരിച്ച് വീഴുന്നത്. ഇവിടെയാണ്, അതായത് വിശ്വാസത്തെ പ്രതി, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അദ്ദേഹം മരിച്ചു വീഴുന്നത് ഈ ഒരു പാറയിലാണ്. നോക്കൂ സഹോദരങ്ങൾ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ന്യായീകരണമോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം യേശു എന്ന വ്യക്തി, താൻ അനുഭവിച്ച യേശുവിനെ കുറിച്ച് സധൈര്യം പറയാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു, അദ്ദേഹം പരിശ്രമിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിനൊക്കെ എത്ര വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യുന്നു അല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ യേശു എന്ന നാമം പറയാൻ പോലും, നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ പോലും പലരും ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഇങ്ങനെയൊക്കെ ഈ ഈശോ എന്നുള്ള സ്ഥലം, ഈവൻ നമ്മളുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബ സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിൽ പോലും നമസ്കാരം അല്ലെങ്കിൽ അതൊന്നും മോശം പദമായിട്ടല്ല, യേശുവിനെ പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ സഭാത്മക കൂട്ടായ്മകളിൽ പോലും നമുക്കത് പറയാനായിട്ട് മടി, ലജ്ജ. സഹോദരങ്ങളെ, ഇവിടെയാണ് ജീവൻ കൊടുത്ത് ഭാരതത്തിലെ ആദ്യത്തെ ആത്മായ വിശുദ്ധനായ ദേവസഹായം പിള്ള നമ്മോട് പറയുന്നത്, കുഞ്ഞെ, നീ യേശുവിനെ സാക്ഷ്യം നൽകാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ നീ ലജ്ജിക്കാറുണ്ട് എങ്കിൽ കുഞ്ഞെ, നിന്നെ പ്രതി സ്വർഗം ലജ്ജിക്കും. അങ്ങനെയുള്ളൊരു വലിയൊരു ആത്മായ വിശുദ്ധനാണ് വിശുദ്ധ ദേവസഹായം പിള്ള. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയെ എവിടെയൊക്കെ പ്രഘോഷിക്കാൻ പറ്റുമോ, ഈശോ മിശിഹ, ഏറ്റവും അതിൻ്റെ ബേസിക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒരു ക്രിസ്ത്യാനിനെ കാണുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്ത്യാനിയെങ്കിലും കാണുമ്പോൾ, വൈദികരെയെങ്കിലും കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ, സിസ്റ്ററെ അല്ലെങ്കിൽ സഹോദര എന്ന് പറയാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.